ഇന്നത്തെ വീഡിയോ ബോറിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ട്യൂബിൽ അല്ലെങ്കിൽ കോയൽ കിണറുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു കോശി റിവറിൻ്റെ നൈനിറ്റാളിലുള്ള കോശി റിവറിൻ്റെ അടുത്താണ്, ഗരംപാനി എന്ന സ്ഥലത്താണ്. അത് ഒരു ലൊക്കേഷൻ അവർ കാണിച്ചിരുന്നു. ആ ലൊക്കേഷൻ്റെ മുകളിൽ പോയിൻ്റ് വെച്ചിട്ട് ആ പോയിൻറ്റിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ ബോറിങ്ങിൻ്റെ ആ ഒരു എൻഡ് കൊണ്ട് നിർത്തും. അപ്പോൾ ഈ ഒരു പൈപ്പ് ആദ്യം തന്നെ 6 മീറ്റർ പൈപ്പാണ്. 20 സെൻറ്റിമീറ്ററിൻ്റെ ഡയയുള്ള 6 മീറ്റർ പൈപ്പാണ്, MS ആണ്. ഒരു പൈപ്പിന് തന്നെ ഒരു 200 കിലോ വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2 ക്വിൻ്റൽ വെയിറ്റ് ഉണ്ട്. അത് നേരെ വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൊട്ടേറ്റിംഗ് റോഡ് ഇറക്കിയിട്ട്, ഇത് മെഷീനാണ്, ഡ്രില്ലിംഗ് മെഷീനാണ്. ഇതിൽ ജനറേറ്റർ ഉണ്ട്, പിന്നെ ത്രസ്റ്റ് കൊടുക്കാനുള്ള മെഷീനുണ്ട്. പിന്നെ ഇത് സ്റ്റെബിലൈസ് ചെയ്യും, അതിന് തന്നെ വെഹിക്കിൾ സ്റ്റെബിലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു സ്പിൻഡിൽ വെച്ചിട്ട് ബോറിങ്ങിൻ്റെ അതും സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു പൈപ്പ് വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ട് പയ്യെ അടിച്ചടിച്ച് ഇറക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അടിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് റൊട്ടേറ്റിംഗ് റോഡ് പോകണേ. ആ റൊട്ടേറ്റിംഗ് റോഡ് റൊട്ടേറ്റ് അനുസരിച്ചിട്ട് ഈ പൈപ്പ് പയ്യെ അടിയിലേക്ക് ഇറങ്ങിപ്പോകും. ഒരു ത്രസ്റ്റ് മുകളിൽ നിന്ന് തന്നെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു 60 മീറ്ററാണ് ഡെപ്ത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് വെള്ളമൊക്കെ കിട്ടും. പക്ഷേ 60 മീറ്ററിൽ കുറച്ചുകൂടി നല്ല ഏറ്റവും തെളിഞ്ഞ വെള്ളമായിരിക്കും. 60 അല്ലെങ്കിൽ 65 മീറ്റർ വരെ. അപ്പോൾ ഒരു പൈപ്പ് 6 മീറ്റർ ആയ കാരണം ഒരു 10 പൈപ്പ് എന്തായാലും ഇന്നിവിടെ കുഴിച്ചിറക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റോക്ക് ഉണ്ടാവും, പലതുണ്ടാവും. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ പോകുന്ന സമയത്ത് ഡ്രില്ലിംഗ് മെഷീൻ്റെ അറ്റത്ത് ഒരു സ്പിയർ പോലെ ആയിരിക്കും ഇരിക്കുക, ഒരു ഓഗർ പൈലിൻ്റെ റൊട്ടേറ്റിംഗ് ആ രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും ഇരിക്കുക, കറങ്ങുന്നത്. അപ്പോൾ അതങ്ങനെ കറങ്ങി പോകുമ്പോൾ റോക്കും വെള്ളമൊക്കെ മുകളിലേക്ക് ഇതിക്കണം കയറിപ്പോയി. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പൈപ്പ് അടിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ കുതിരി കൊണ്ടുപോകുന്നതാണ് റൊട്ടേറ്റിംഗ് റോഡ്. ഇത് റൊട്ടേറ്റാണ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണത്. സോ ആദ്യം ഈ പൈപ്പിൽ തന്നെ ശരിക്കും നമ്മൾ പെർഫറേറ്ററാണ്. ശരിക്കും ആദ്യത്തെ 3-4 പെർഫറേറ്റർ ആയിരിക്കും. ഫുള്ള് ഹോൾട്ട് കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്കൊക്കെ വെള്ളം ഏറ്റവും അടിയിൽ പോകുന്ന ആ പൈപ്പുകളാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഹോൾസ് കണ്ടില്ലേ, ഈ ഹോൾസിലേക്ക് അടിയിൽ പോകുന്നതനുസരിച്ച് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരു 3-4 പൈപ്പിലേ ഇങ്ങനെ ഹോൾസ് ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ഒരു ഏരിയ കഴിയും. പിന്നെ ഹോൾസ് ഇടേണ്ട കാര്യമൊന്നുമില്ല. 3-4 പൈപ്പിനിടും. 3-4 പൈപ്പിന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 24 മീറ്റർ ആവും. 4 പൈപ്പിന് പറഞ്ഞാൽ തന്നെ 6x4 24 എന്ന ലെവലിലാവും. അത് ഏറ്റവും അടിയിൽ പോവും. അത് എൻ്റെ മുകളിലേക്ക് വരും. ഇതൊരു MS സ്റ്റീലാന്ന് ഓർക്കുക. സ്റ്റീലിൽ നിക്കൽ കണ്ടന്റ് ഉണ്ട്, അതാണ് MS ആകാൻ കാരണം. ഇത് ഗാൽനസ് അയണല്ല, ഗാൽനസ് അല്ല, GI അല്ല എന്നർത്ഥം. സോ ഇത് MS ആണ്. 202 ക്വിൻ്റലുണ്ട് ഒരു പൈപ്പ് തന്നെ. ഒരു പൈപ്പ് അടിച്ചിറക്കി പകുതിയായി കഴിഞ്ഞു. നടുക്കുള്ളതാണ് ആ റൊട്ടേറ്റിംഗ് റോഡ്. ഇപ്പോൾ രണ്ടാമത്തെ പൈപ്പ് അവർ സ്പിൻഡിലൊക്കെ അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇറക്കിയിട്ട് അത് വെൽഡ് ചെയ്യും. ആദ്യത്തെ പൈപ്പും രണ്ടാമത്തെ പൈപ്പും വെൽഡ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ പൈപ്പ് ത്രസ്റ്റ് വഴിക്ക് അടിച്ച് അടിയിലത്തെ പൈപ്പിനോട് ആ ത്രസ്റ്റ് കൂടുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി പോകും. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ഉള്ളിലുള്ള റോഡ് റൊട്ടേഷനിലായിരിക്കും. അതിങ്ങനെ തുളച്ച് പോകും. അതനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ റോക്കും വെള്ളമൊക്കെ വരും. അപ്പോൾ ഇത് തിളക്കുന്നതനുസരിച്ചിട്ട് ആ ചുറ്റുപാടുള്ള ആ മണ്ണ് ഇളകുന്നതനുസരിച്ചിട്ട് ഈ പൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അടിയിലേക്ക് ഇറങ്ങി പോകും. ഇതിപ്പോൾ ഒരു രാവിലെ തുടങ്ങിയതാണ്. ഏകദേശം ഒരു 8-8:30-9 മണിക്ക് തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് ഇവർ ഹിന്ദിക്കാരാണല്ല, ഇവർ ഒരു 6-7 പേരുണ്ട്. ഈ നമ്മുടെ ട്രക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ആ ട്രക്ക് മെഷീൻ തന്നെയാണ്, ബോറിംഗ് മെഷീനാണ്. അതിൽ ജനറേറ്റർ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ ത്രസ്റ്റ് ചെയ്യാനുള്ള മെഷീനുണ്ട്, എല്ലാ സംഭവങ്ങളും സെറ്റപ്പായിട്ടാണ് തന്നെ. ഇതിപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഏകദേശം 10 പൈപ്പ് അടിച്ചെടുക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 10 പൈപ്പിലാണ് സർവേ നടത്തി. ഇപ്പോൾ നല്ല വെള്ളം അതിൻ്റെ മുകളിലൊക്കെ വെള്ളം കിട്ടും. പക്ഷേ 10 പൈപ്പായിരിക്കും നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും. ആ വെള്ളം വരെ അടിച്ചെടുക്കാനാണ് തീരുമാനം. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ബോറിംഗ് വെല്ലായിട്ട് ട്യൂബ് വെല്ലായിട്ട് മാറും. പമ്പിങ് സ്റ്റേഷൻ വരിക, ഇതിൻ്റെ അടുത്ത് തന്നെ പമ്പിങ് സ്റ്റേഷൻ വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി തന്നെയാണ്. പുഴ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പുഴയുള്ളവരും തന്നെ വെള്ളം തന്നെ കിട്ടുന്ന ഉറപ്പാണ്. കാരണം സ്ഥിരം വെള്ളം പോകുന്ന സ്ഥലമായാലും വെള്ളം കിട്ടാൻ സാധ്യത കൂടുതലാണ്. വെള്ളം എന്തായാലും ഉണ്ട്. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം ഫുൾ ഇയർ കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. ഫുൾ ഇയർ കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ അതിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് അത്രയും ഡെപ്തിൽ പോകണത്. ഇപ്പോൾ മുകളിൽ തന്നെ പുക പോലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റോക്കൊക്കെ പൊടിഞ്ഞ് പോകണമായി കാണുന്നത്. റോക്ക് പൊടിയുമ്പോൾ വരുന്ന ആ ഒരു റോക്കാണ് ശരിക്കും പൊടിയുന്നത്, ആ ഒരു പുക പോലെ വന്നത് മുകളിലേക്ക്. കുറച്ച് നേരം ഇതിപ്പോൾ കുറച്ച് വെള്ളം വന്നു തുടങ്ങി. ഇപ്പോൾ കാണുന്നത് സൈഡിൽ വെള്ളം തന്നെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമാണ്. അതുകൊണ്ട് അവിടെ വേറെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ആദ്യം കണ്ട ഒരു സീനാണ് ഈ കാണുന്നത്. വെള്ളം കണ്ടു അങ്ങനെ. അപ്പോൾ ഇത് ഫുള്ള് ചെളിവെള്ളമായിരിക്കും, കാരണം അത്ര ഡെപ്ത് വരുന്നില്ലല്ലോ. 2 പൈപ്പ് കണ്ടാവണുള്ളൂ. അതായത് 6 മീറ്റർ ആവുന്നുള്ളൂ. 6 മീറ്റർ കഴിഞ്ഞ്
ഒരു ഒരു 3, 4, 5 പൈപ്പ് വരുമ്പോഴേക്കും നല്ല തെളിഞ്ഞ വെള്ളം വരും. തെളിഞ്ഞ വെള്ളം വന്നാലും നമ്മൾ നിർത്തില്ല, നല്ല ഫോഴ്സ് തന്നെ. അത് കുറച്ചും കൂടെ ഡീപ്പായാലേ അതിൻ്റെ പ്രഷർ കൂടുകയുള്ളൂ. ഏറ്റവും അടിയിലത്തെ ഡീപ്പസ്റ്റ് പോകുന്നതോറും പ്രഷർ കൂടി വരും. ഇതിൻ്റെ ഈ ട്യൂബിലാണല്ലോ, അപ്പോൾ ഇത്രയും 20 സെൻറ്റിമീറ്ററിനുള്ളിൽ വരുമ്പോൾ നല്ല പ്രഷറായിരിക്കും വരിക. അപ്പോൾ നല്ല പ്രഷറും നല്ല തെളിഞ്ഞ വെള്ളം, ഇതാണ് ലക്ഷ്യം. അത് ഒരു കൊല്ലം മുഴുവൻ നിൽക്കുന്ന ഒരു സ്ട്രീമായിരിക്കും. അപ്പോൾ കുറച്ച് ഡെപ്ത് തന്നെ പോകാം. അതിനുവേണ്ടിയാണ് 10 പൈപ്പ് വയ്ക്കുന്നത്. അപ്പോൾ 60 മീറ്റർ ആകുമ്പോഴേക്കും ഒരു നല്ല തെളിഞ്ഞ വെള്ളം വരും. ഇപ്പോൾ കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമേ അല്ല, മൊത്തം ചെളിവെള്ളം തന്നെ. അത് തെളിഞ്ഞ വെള്ളം വരുന്നു, നല്ല ത്രസ്റ്റ് വരുമ്പോഴേക്കും അത് നിർത്തുന്നു, പിന്നെ മുകളിലൊരു ക്യാപ്പിട്ട് മൂടുന്നു, അങ്ങനെ ബോർവെല്ല് ഫോം ചെയ്യുന്നു. അതാണ് എൻ്റെ ഒരു സാങ്കേതിക വശം. പക്ഷെ ഇത് ഇന്ന് ഞാൻ ഇത്രയും ഡെപ്തായിട്ട് ഇത് കാണുന്നതും മനസ്സിലാക്കുന്നതും ഇന്നാണ്. കാരണം നമുക്ക് സാരി കിട്ടുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഇതൊരു 3 പേര് കൂടിയാലേ, ഇവർ 2 പേര് കൂടി ഇത് കൊണ്ടുപോകുന്നുണ്ട്. റോട്ടറി കൊണ്ട് മാത്രമല്ല, ഈ പൈപ്പ് 2 പേര് കൊണ്ട് ചെയ്യും. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് 2 പേര് കൊണ്ട് ഈ 200 കിലോ പൊക്കാൻ പറ്റില്ല. ഇവർ പിന്നെ സ്ഥിരം ചെയ്യുന്ന പണിയായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആരോഗ്യത്തിനേക്കാൾ ഉപരി അവരെ നാക്കാണ് കാണുന്നത്. ഇതെനിക്ക് തോന്നുന്നു 3ാമത്തെ പൈപ്പ് വന്നു. 3ാമത്തെ പൈപ്പ് വെൽഡ് ചെയ്യുന്നു. അതെ, ഇതിൻ്റെ പകുതി വരെ അവർ ഹോൾഡ് ഇട്ടുള്ളൂ. കാരണം അപ്പോഴേക്കും ആ ഡെപ്ത് ഏതാണ്ട് കവർ ചെയ്യും. വാട്ടർ ലെവൽ ഊഹിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു ഡെപ്ത് അത്രേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മുകളിലേക്ക് വെള്ളം ഉണ്ടാവാൻ വഴിയില്ല. നമുക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ ആയിരിക്കില്ല. ഇപ്പോൾ തെളിഞ്ഞ വെള്ളം വന്നു തുടങ്ങി. ഇതിന് കുറേ 4-5 പൈപ്പ് കണ്ടാണ് ഞാനിത് എടുത്തേക്കണേ. തെളിഞ്ഞ വെള്ളം വന്നുണ്ട്. പക്ഷെ ഇതും പോരാ, കുറച്ചുകൂടി പ്രഷർ വന്നു. അതുകൊണ്ട് അവർ പിന്നെ അടിച്ച് കയറ്റും. ഒരു വൈകുന്നേരം വരെ ഈ പ്രോസസ്സുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് നിർത്തുകയുള്ളൂ. ഞാൻ വൈകുന്നേരം വരെ നിൽക്കുന്നില്ല. ഇതാണെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായല്ലോ. മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോ കണ്ടവർക്ക് നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.